ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ഫാമിലി. ഞാൻ കുറേ നാളായി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്, പക്ഷേ എന്ത് വീഡിയോ ഇടും എന്ന് ഞാൻ ആലോചിച്ചിരുന്നപ്പോഴാണ് നമുക്കിന്നൊരു കല്യാണം വന്നിട്ടുണ്ട്. അപ്പം നമുക്കിന്ന് ഞാനല്ല പോകുന്നത്, എൻ്റെ ചേച്ചിയുടെ കുട്ടിയാണ് പോകുന്നത്. അപ്പം അവളെ ഒരുക്കുന്ന വീഡിയോ നമുക്കെടുക്കാം. ഇതാട്ടോ അവൾ അവിടുന്ന് ഡ്രസ്സ്, ഒരു ജീൻസും ടോപ്പാണ് കേട്ടോ. അത് അവളുടെ അനിയനാണ് കൂടെ നിന്നത്. അവൻ പോകുന്നില്ല കേട്ടോ, അവനും പനിയാണ്, അതുകൊണ്ട് പോകുന്നില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും പനിയാണ്. പിന്നെ അവളുടെ മുടി ചീകി കൊടുക്കാൻ അത്യാവശ്യം നല്ല പാടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, പനിയായിട്ട് പ്രോപ്പറായിട്ട് ചീകാതൊക്കെ ഇരിക്കുമായിരുന്നു. അതുകൊണ്ട് ജടയൊക്കെ ചെറുതായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൾ കുട്ടിയായതുകൊണ്ട് തന്നെ ഞാൻ ഒത്തിരി മേക്കപ്പൊന്നും ഇടുന്നില്ല. ജസ്റ്റ് കണ്ണെഴുതി അങ്ങനെ പൊട്ടൊക്കെ തൊട്ട് അങ്ങനെ വിടാമെന്ന് തന്നെയാണ് ഓർക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ കണ്ണെല്ലാം എഴുതുവാണ്. പിന്നെ ആദ്യം തന്നെ എൻ്റെ ചേച്ചി ഞാൻ ഇൻട്രോ പറഞ്ഞപ്പോൾ നല്ല ചിരിയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ 10 പേരുണ്ടായിട്ടാണ് നീ ഫാമിലി എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് 10 പേരാണെങ്കിലും 2 പേരാണെങ്കിലും ഒരാളാണെങ്കിലും നമ്മുടെ ഫാമിലി തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ ഈ കണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും കൂടി ചേരുമ്പോഴാണ് നമ്മൾ വലിയൊരു ഫാമിലി ആവുന്നത്. പിന്നെന്താ പൊട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അവളുടെ അമ്മ ഉണ്ട്, അവൾക്കൊരു ബിസ്ക്കറ്റ് കൊടുക്കുന്നുണ്ട്. മോൻ കുറച്ച് മുന്നേ വന്ന് ബിസ്ക്കറ്റ് കാണിച്ച് കൊതിപ്പിച്ചതിന് അവളുടെ അമ്മയെ കൊണ്ട് പറഞ്ഞെടുപ്പിച്ച കേട്ടോ. ഇവളെപ്പറ്റി പറയാനാണെങ്കിൽ, ഇവളെ ഉണ്ടായി കിടന്നപ്പം ഞാനന്ന് 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇവളുണ്ടായത്. അപ്പം നമ്മൾ എത്ര ദിവസം കഴിയുമ്പോൾ പിള്ളേർക്ക് കണ്ണും പൊട്ടുമൊക്കെ എഴുതാൻ തുടങ്ങുമല്ലോ. അത് ഞാനിങ്ങനെ കാത്തിരിക്കുമായിരുന്നു കുഞ്ഞിൻ്റെ കണ്ണെന്ന് എഴുതാനായിട്ട്. അങ്ങനെ ആദ്യമായിട്ടുള്ള കണ്ണെഴുതി പൊട്ടൊക്കെ തൊടിയിച്ച ഞാനായിരുന്നു കേട്ടോ. അപ്പം അന്ന് തൊട്ട് ഇന്ന് വരെ അവളെ ഒരുക്കുന്നതാണേലും എല്ലാം ഞാൻ തന്നെയാണ് കേട്ടോ. എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ, അവരവധിക്ക് വരുമ്പോഴൊക്കെ ഞാനാണ് ഒരുക്കുന്നതൊക്കെ. എനിക്കറിയാം കുഞ്ഞുങ്ങൾക്ക് ലിപ്സ്റ്റിക്ക് ഇടുന്നത് മോശമാണ്, അഴുക്കാണെന്നൊക്കെ അറിയാം. എന്നാലും അവൾ ഒത്തിരി നിർബന്ധം പിടിച്ചപ്പോൾ ഞാനൊരു ഇച്ചിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അവളുടെ ഒരു തൃപ്തിക്ക് വേണ്ടി. പിന്നെ ഐഷോഡോ പോലും ചെറുതായിട്ടിട്ട്, ബ്ലഷ് പോലെ ശകലിട്ട്, അവളുടെ ഒരു തൃപ്തിക്ക്, അവളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഓവറായിട്ട് ഇട്ടിട്ടില്ല, അങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരിക്കൽ എല്ലാം കഴിഞ്ഞപ്പോഴാണ് ആൾ പറയുന്നത്, ചിറ്റയെ എനിക്കിങ്ങനെ മുടി കെട്ടണ്ട, എനിക്കിത് ഇഷ്ടമില്ലെന്ന്. അപ്പം അങ്ങനെ പിന്നെ രണ്ടാമത് മുടി, ആദ്യമേ നമ്മൾ ഈ മുടി ഫ്രണ്ടോട്ട് ഇങ്ങനെ ഇടുകയല്ലേ, നമ്മളിവിടെ 1000 മിന്നൽ എന്നൊക്കെ പറയും. ഇതിനെന്തോ ഫ്രഞ്ച് അങ്ങനെ എങ്ങോട്ട് എന്തോ പറയുന്നത്, അതൊക്കെ പിന്നെ അഴിച്ച് ആൾ പറഞ്ഞ് എനിക്ക് പൊക്കി മുകളിലോട്ട് കെട്ടിയാൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനത് പിന്നെ പൊക്കി രണ്ടാമത് മുകളിലോട്ട് ആൾക്ക് കെട്ടിക്കൊടുത്ത്, അതിൻ്റെ ഇടയ്ക്ക് ബിസ്ക്കറ്റ് തിന്നുന്നുണ്ട്. ഭയങ്കര ഡയറ്റിങ് ആണെന്നൊക്കെ പറയും. നമ്മൾ ഡയറ്റിങ് എവിടെ, ഡയറ്റിംഗ് ഒക്കെ വെച്ചുകൊണ്ടിരുന്ന ക്രീം ബിസ്ക്കറ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിടുമോ, നമ്മളതെടുത്ത് കഴിക്കും. പിന്നെ അവൾക്ക് രണ്ടാമത് അങ്ങനെ കെട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, അങ്ങനെ കെട്ടിയിട്ട് നല്ലതായിരുന്നു. അവൾക്ക് ആദ്യത്തെക്കാട്ടിലും ഇങ്ങനെ മുകളിലോട്ട് പൊക്കി കെട്ടുന്നതാണ്, പോണിട്ടയിൽ കെട്ടുന്നതാണ് ഒന്നുകൂടി ഭംഗിയെന്ന് എനിക്ക് തോന്നി കേട്ടോ. പിന്നെ ഞാൻ കല്യാണത്തിന് പോകാത്ത എന്താണെന്ന് വെച്ചാൽ നല്ല പനി അടിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് എൻ്റെ അമ്മയുടെ കൂടാണ് അവർ പോകുന്നത്. ഇവള് കുഞ്ഞുമോളും പോകുന്നുണ്ട്, പിന്നെ എൻ്റെ മോനും പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവളുടെ പേരെന്താ വെച്ചാൽ, ഇവളുടെ പേര് ശ്രിയ എന്നാണ്. ശ്രിയയും പോകുന്നുണ്ട്. എൻ്റെ മോൻ ഋഷിദേവും പോകുന്നുണ്ട് കേട്ടോ. അവർ രണ്ടുപേരും കൂടി അമ്മയുടെ കൂടെ പോകുന്നത്. പിന്നെ അവിടെ പേരമ്മ എല്ലാം വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ. ഞാനും ചേച്ചിയും പോകുന്നില്ല, ഞങ്ങൾക്ക് പനി ആയതുകൊണ്ട് പോകുന്നില്ല. പിന്നെ കുറേ പിന്നെ പറയുന്നുണ്ടല്ലേ, സാരിയില്ല, ആദ്യത്തെ വീഡിയോ ഇല്ല. അപ്പം അമ്മ അതിൽ ഒത്തിരി തെറ്റ് പറ്റുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങളെല്ലാവരും അതറിഞ്ഞ് വേണം കേട്ടോ കാണാൻ. പിന്നെ അവൾ എന്നെക്കൊണ്ട് പിന്നെ ഐഷാഡോ ചേഞ്ച് ചെയ്യിപ്പിക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് ആദ്യമേ ഇട്ട കളർ വേണ്ട, വേറെ കളർ വേണം എന്ന് പറഞ്ഞ് അവൾ എന്നെക്കൊണ്ട് പിന്നെയും ചേഞ്ച് ചെയ്യിപ്പിക്കുന്നുണ്ട് കേട്ടോ. ആളവിടെ ഇരുന്ന് എന്നെ നോക്കി ചിരിക്കുന്നുണ്ട് ഞാൻ ഈ വോയിസ് എടുക്കുമ്പോഴേക്ക്. പിന്നെ ഇവിടെ കുട്ടിപ്പട്ടാളെല്ലാം കളിക്കുന്ന സൗണ്ടൊക്കെ ഓഡിയോയിൽ കയറി വരുന്നുണ്ടെന്ന് എനിക്കറിയാം കേട്ടോ. അവൾക്ക് എന്നിട്ട് ഞാൻ വേറൊരു മാല ആദ്യം ഇട്ടൊരു മാല സിമ്പിളായി പോയല്ലോ തോന്നി. എന്നിട്ട് ഞാൻ വേറൊരു പെൻഡൻറ്റ് വെച്ച് ഉള്ളൊരു മാല ഞാൻ അതിനകത്തോട്ട് കയറ്റാൻ നോക്കി. വേറെ സെപ്പറേറ്റ് ലോക്കറ്റും വേറെ മാലയായിരുന്നു. പിന്നെ ഞാൻ അതിൽ കയറ്റാൻ നോക്കിയപ്പോഴേക്ക് അത് കയറുന്നില്ലായിരുന്നു. പിന്നെ അതിൻ്റെ കൊളുത്തൊക്കെ കടിച്ചെടുത്ത് അതിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കയറ്റുമായിരുന്നു കേട്ടോ. അങ്ങനെ ചെയ്തത്. പിന്നെ ഞാൻ കുറേ പിന്നെ പറയുന്നുണ്ടല്ലേ, എനിക്കറിയത്തില്ല. ഞാൻ പിന്നെ കുറേ പറഞ്ഞ് പോവുക കേട്ടോ. എനിക്കറിയാം ഒത്തിരി കുറവുകളുണ്ട്. എനിക്കറിയത്തില്ല ഒന്നാമത്തെ കാര്യം, ഞാൻ ഇതിനായിട്ട് ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട്. അതുകൊണ്ട് നിങ്ങളതൊക്കെ ഒന്ന് മനസ്സിലാക്കി വേണം കാണാൻ കേട്ടോ.
എന്തെങ്കിലുമൊക്കെ തെറ്റോ മണ്ടത്തരോ പൊട്ടത്തരോ ഒക്കെ കാണും. അതെല്ലാം നിങ്ങൾ അറിഞ്ഞ് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഇത് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. പിന്നെ എന്താ, അവളുടെ കയ്യിൽ ലിപ്സ്റ്റിക്കായിട്ടും ഞങ്ങൾ ഐഷാഡായിട്ടും ലിപ്സ്റ്റിക്കായിട്ടും ബ്ലഷായിട്ടും എല്ലാം ഞങ്ങൾ ലിപ്സ്റ്റിക്ക് തന്നെയാണ്. നമ്മൾ ഒട്ടുമിക്ക സാധാരണക്കാരെല്ലാം അങ്ങനെയാണെന്ന് തോന്നുന്നത് കേട്ടോ. നമുക്ക് പൈസ ഇല്ലാത്തവരൊക്കെ ഒരു കാര്യം വെച്ച് തന്നെ നമ്മൾ ബാക്കിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ പൈസ ഉള്ളവർ എല്ലാത്തിനും സെപ്പറേറ്റ് ബ്ലഷ് വേറെ, ഐഷാഡോ വേറെ, ലിപ്സ്റ്റിക്ക് വേറെയൊക്കെ എടുക്കും. നമുക്കിതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒരു കാര്യം വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മൊത്തം ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതാണ് അവളുടെ ഫൈനൽ ലുക്ക്. അവൾ കണ്ണാടി നോക്കുന്നുണ്ട് കേട്ടോ. കണ്ണാടി നോക്കി അവൾ തന്നെ നിർവൃതി പൂണ്ടുന്ന സീനുകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവളെ ഒരുക്കി കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ എൻ്റെ മോൻ വന്ന് അവനെ ഉടുപ്പൊക്കെ ഇടിക്കാനുണ്ടായിരുന്നു കേട്ടോ. ഇവളെ ഒരുക്കിയിട്ട് അവനെ ഒരുക്കാമെന്ന് വെച്ചോണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ അവൻ വന്ന് അവൻ്റെ ഉടുപ്പ് ടീഷർട്ടും ഒക്കെ ഇട്ട് ഡ്രസ്സെല്ലാം ഇട്ട് അവൻ്റെ ഷൂ ഒക്കെ ഇട്ട് അവനെ റെഡിയാക്കി കേട്ടോ. വിഷയം അതൊന്നുമല്ല, അവർക്ക് കല്യാണത്തിന് പോകാൻ പറ്റിയില്ല ഗൈസ്. എൻ്റെ അമ്മ ഒരുങ്ങിയപ്പോൾ ഒരുപാട് താമസിച്ച് പോയിട്ട് അവിടുത്തെ പേരമ്മയെ വിളിച്ച് ചോദിച്ചു. പേരമ്മ റെഡി ഇവിടെ കഴിച്ചിട്ടൊക്കെ എല്ലാവരും പോയെന്ന് പറഞ്ഞ് പിന്നെ അമ്മയ്ക്ക് മടിയായിപ്പോയി. പക്ഷെ പോകാനായിരുന്നെങ്കിൽ അമ്മയ്ക്ക് പോകാമായിരുന്നു. പക്ഷേ എൻ്റെ അമ്മ അങ്ങനെ പോകത്തില്ല. നമ്മളിപ്പോൾ കഴിക്കുന്ന സമയമാകുമ്പോൾ ചെന്ന് കയറിയിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് അമ്മ പോയില്ല. അങ്ങനെ അവർക്ക് കല്യാണത്തിന് പോകാം. അല്ലെങ്കിലും അങ്ങനെ ഞാൻ എവിടെ കലാപരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെയായി പോകും. എന്ത് ചെയ്യാനാണ് പറ. ആറ്റുന്നോട്ടൊരു കല്യാണം കിട്ടി, പിള്ളേർ വലിയ കാര്യത്തിൽ ഒരുക്കി കല്യാണത്തിന് പോകാമെന്നൊക്കെ അത് അങ്ങനെയായി. പക്ഷേ നമ്മൾ തിരിച്ചു വരും ഗൈസ്. നമ്മൾ അടുത്ത വീഡിയോയുമായി നിങ്ങളുടെ മുന്നേ വരും. ഇതിലും അടിപൊളിയായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.